മാനസമൈനാ ഹരി എന്നും ഹരിയുടെ മാത്രമായ ഒരു ലോകത്താ ഞാനതിന്റെ ഒരുപാട് ദൂരത്തും. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവളായി പോയവളാ ഞാൻ. എപ്പോഴെങ്കിലും ഹരി എന്റെ ഭാഗത്തുനിന്നൂടി ഒന്ന് ചിന്തിക്കണം, അപ്പൊ മനസ്സിലാവും. എന്തായി ജോണേ? ഇറ്റ്സ് ഓൾ റൈറ്റ്, ജോൺ പറഞ്ഞോ. സർ, സ്നേഹഗിരി എന്ന കോൺവെന്റ് ഓർഫനേജിൽ നിന്നും അവിടുത്തെ മദർ സുപ്പീരിയറിന്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റേഷനിലേക്ക് SI എന്നെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചത്. പറയേ. നമ്മൾ അന്വേഷിക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ ഓർഫനേജിനടുത്തുള്ള കുരിശടിയിൽ നിന്നും കണ്ടുകിട്ടിയെന്ന്. നമുക്കൊന്ന് പോണം സാർ. ഈ വിവരം ജോൺ മറ്റാരോടെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ, അവിടുത്തെ SI അശോകനും നമുക്ക് മാത്രമേ അറിയൂ. അശോകൻ എന്റെ ഒരു ബന്ധു കൂടിയാ. ദാറ്റ്സ് ഗുഡ്. നമുക്കിപ്പോ തന്നെ പോണം. ജസ്റ്റ് എ മിനിറ്റ്. ഗൗരി, കം. ഇവനിത് എവിടെ പോയി? എത്ര നേരമായിടാ ഞാൻ ട്രൈ ചെയ്യുന്നു. നിന്റെ ഫോൺ എന്തേ? ഓ, അത് സ്വിച്ച് ഓഫാ. നീ എന്തിനാ കാണണമെന്ന് പറഞ്ഞ? കാര്യമുണ്ട്, ഒന്നിറങ്ങ. എടുക്കടാ. വേണ്ട, ഞാൻ നിർത്തി. ഞാൻ തുടങ്ങി. നിനക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നില്ലല്ലോ. അതാ പറഞ്ഞത് തുടങ്ങിയെന്ന്. കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലടാ. കണ്ണടച്ച പെരുവഴിയിലോ അമ്പലക്കുളത്തിലോ ചത്ത് മലച്ചു കിടക്കുന്ന എന്നെ തന്നെ ഞാൻ കാണുന്നത്. എന്തോ മരണം അടുത്തെത്തിയതുപോലെ ഒരു പേടി, അല്ല ഒരുതരം വെപ്രാള ഉള്ളില്. സിഗരറ്റ് വലിച്ചാലോ കള്ളുടിച്ചാലോ ഇതൊക്കെ മാറുന്നാണോ? എന്നല്ല, വെറുതെ ഒറ്റയ്ക്കാവുമ്പോ മരിക്കാൻ പേടിയാണെങ്കിലേ അത് മാറ്റാനുള്ള മരുന്നാണോടാ സിഗരറ്റ്? ഇങ്ങനെ വലിച്ചാ നീ വലിച്ചാവും മരിക്കുക. നീ കാര്യം പറ. അർജുന, ഒരിക്കൽ നീയായിട്ട് എന്നെ രക്ഷിച്ചു. പിന്നെ എന്റെ ആയുസിന്റെ ബലം കൊണ്ടോ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടോ പലവട്ടം ഇങ്ങനെ ജസ്റ്റ് ഭാഗ്യത്തിന്റെ പേരില് എത്ര നാളാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുക. മരണം രഘു എന്ന് പറയുന്ന നിന്റെ ആശാന്റെ രൂപത്തില് നിഴല് പോലെ എന്റെ പുറകെ. മനോജ്, എന്താടാ? ജീവിക്കാൻ കൊതിയായിട്ടാടാ. ഏയ്, നിനക്കൊന്നും സംഭവിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചു കാലം ഇവിടുന്ന് ഒന്ന് മാറി നിൽക്ക്. രഘുവണ്ണ ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്നാ മതി. എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ലടാ. ഇതാ കുഴപ്പം. കാര്യം പറയുമ്പോ നിനക്ക് മോടാ. എടാ പുല്ലെ, ആണത്തം കാട്ടിയിട്ട് വെറുതെ ഈ നല്ല പ്രായത്തിൽ കുഴി പോണോ? ആണത്തം കാട്ടുന്ന അല്ലടാ, അച്ഛന് തീരെ വയ്യ. നിനക്കറിയാലോ, അച്ഛൻ അസുഖം കൂടിയ അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് വല്ലതിനും ആവോ? എന്റെ ജീവൻ രക്ഷിക്കാൻ ആ പാവ അച്ഛനെ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോയിട്ട് എന്തിനാടാ? അതിലും ഭേദം മരിക്കുന്നതാ. ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ഇവിടെ ഇപ്പോ നിന്റെ മുമ്പിൽ ഒറ്റ മാറുകയുള്ളൂ. ഒന്നുകിൽ ഗീതുവിനെ മറക്കാന്ന് സീതാലക്ഷ്മിക്ക് വാക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാവുക. തീരാത്ത ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവില്ല ഞാൻ. ഇതിനിടയിൽ പുറമേന്ന് പ്രശ്നങ്ങൾ എടുക്കുന്നില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. നീ വലിച്ചു മരിക്കുക കുടിച്ചു മരിക്കുക എന്താന്ന് വെച്ചാ ചെയ്തു.
നിന്റെ കൂടെ നടന്ന എനിക്കിട്ട് കിട്ടും സീതാലക്ഷ്മിയുടെ വക കൊട്ടേഷൻ. ഡാ, വിട്ടിട്ട് പോവാണല്ലടാ. പിന്നെ ഞാൻ എന്താടാ കാട്ടേണ്ടത്? നിന്റെ അപ്പ ചാവണോ? എടാ, നീ ഒന്ന് രഘുവണ്ണനായിട്ട് സംസാരിക്കും. എന്തോന്ന് സംസാരിക്കാൻ? അങ്ങോട്ട് ചെന്നാ മതി. കൊള്ളാവുന്ന കാശിന് കൊട്ടേഷൻ കിട്ടിയ എന്നെയും പണി തീർത്ത് കിടത്താൻ മടിക്കാത്തവനാ രഘു. അപ്പോഴാ റെക്കമെൻഡേഷൻ. കാശല്ലേ പുള്ളിക്ക് ആവശ്യം, നമുക്കത് കൊടുക്കാം. സീതാലക്ഷ്മിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത വകയില് കുറെ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടല്ലടാ. അല്ലടാ, എന്തൊക്കെ വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും ആ കാശ് കൊടുക്കാം. എന്നെ കൊല്ലാതിരിക്കാനാവോ? സിഗരറ്റ് ഉണ്ടോ ജോണ്ടയില്? സാറ് പുകവലിക്കാറില്ലല്ലോ, ഇപ്പൊ എന്തിനാ ഇത് വേണോ സാറേ? മനസ്സ് കൈവിട്ടു പോകുമ്പോ ചിലർ പരിസരം നോക്കാതെ അലറി വിളിക്കുന്ന കണ്ടിട്ടില്ലേ ജോണേ? ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. അലറി വിളിക്കാനാവുന്നില്ല എന്ന് മാത്രം. കുറെ കാലമായി ജോണേ, ഒന്നിനു പുറകെ ഒന്നായി ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. പലപ്പോഴും കൈവിട്ടു പോവുകയാ മനസ്സ്. മാനസയിലൂടെയും മൈനയിലൂടെയും എന്നെ ശിക്ഷിക്കാൻ ചിലരയ്ക്കും തോന്നുക. ചിലപ്പോ ഈശ്വരനാവും അല്ലേ? ഉള്ളില് മഞ്ഞു മൂടിക്കിടക്കുക, പെരുമഴ പോലെ കണ്ണീര്. ഒരു തുള്ളി പോലും പുറത്തു കാണിക്കാനാവുന്നില്ലല്ലോ എനിക്ക്. SP ഹരിശങ്കർ കരയാൻ പാടില്ല. കരഞ്ഞാൽ വെറും കോമാളി പോലെയാവും. ഉള്ളിലിങ്ങനെ നേറി നേറി. സാർ, ഒന്ന് ഇമോഷണലായി സംസാരിക്കാൻ പോലുള്ള അനുവാദമില്ലടോ നമ്മളെപ്പോലുള്ള പോലീസുകാർക്ക്. സ്നേഹഗിരി കോൺവെന്റിലെ മദർ സുപ്പീരിയർ പറഞ്ഞു കേട്ടില്ലേ, നമ്മളൊക്കെ മരം കൊണ്ട് തീർത്ത മനസ്സുള്ളവരാണെന്ന്. സ്നേഹഗിരി ഓർഫനേജിൽ മിസ്സിംഗ് ആയ എന്റെ മൈനയുടെ കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഫേക്ക് ഇൻഫർമേഷൻ ആയിരുന്നു ജോണേ. അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ട് ആർക്കാ നേട്ടം? അങ്ങനെ സംഭവിക്കില്ല സാർ. എനിക്ക് തോന്നിയത് നമ്മൾ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് അവർ ആ കുഞ്ഞിനെ എവിടെ നിന്ന് മാറ്റിയെന്നാ. എന്തിന് അവരിങ്ങനെ കുഞ്ഞിനെ ഹൈഡ് ചെയ്ത് വെക്കണം? അതും കന്യാസ്ത്രീകൾ നടത്തുന്ന അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തില്. നമുക്ക് അവിടെ ഒന്നുകൂടെ പോയാലോ സാറേ? നോ. കുറെ അനാഥ കുഞ്ഞുങ്ങൾ പാർക്കുന്ന ഒരു ഇടവാ അത്. മരം കൊണ്ടുണ്ടാക്കിയ മനസ്സുള്ള നമ്മളെ പോലുള്ളവർ അവിടെ കയറി ഇറങ്ങാൻ പാടില്ലടോ. ഇനിയിപ്പോ ഞാൻ എന്റെ മൈനയോട് എന്ത് പറയുന്ന? എങ്ങനെയാ ജോണെ ഞാൻ എന്റെ മൈനയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നേ? കാണാതെ പോയൊരു പൊടിക്കുഞ്ഞിനെ കണ്ടെടുത്ത് കൊടുക്കാൻ പോലും കഴിവില്ലാത്തൊരു ഏട്ടനായി ഞാൻ എങ്ങനെയാ അവളെ ഫേസ് ചെയ്യുന്നേ? നമ്മൾ കണ്ടെത്തു സാറേ കുഞ്ഞിനെ. എനിക്ക് ഉറപ്പുണ്ട്. സാറിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരന്റെ ഉറപ്പ് മാത്രമല്ല സാറേ. മൈന എന്ന് പറയുന്ന ആ കുട്ടി എനിക്കും ചോറ് വിളമ്പി തന്നിട്ടുള്ളതാ. ആ കൊച്ചു എനിക്കൊരു പെങ്ങളെ പോലെയാ. മൈനയുടെ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കേണ്ടത് എന്റെയും വാശിയാ സാറേ, എന്റെ ഉറപ്പാ. പാവം എന്റെ മൈന. എന്നും കണ്ണീര് കുടിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജന്മം. ഒരു പുൽനാമ്പിനെ പോലും നോവിച്ചിട്ടുണ്ടാവില്ല അവള്. എന്നിട്ടും എന്നും വേദനകൾ മാത്രം. ജോണേ സർ, ഞാൻ തന്നെ ഏൽപ്പിക്കുകയല്ല. കണ്ണും കാതും തുറന്നു വെച്ചേക്കണം. സംശയമോ ഊഹമോ ന്യൂസോ എന്ത് കേട്ടാലും അറിഞ്ഞാലും ആ സെക്കൻഡിൽ താൻ ആ സ്പോട്ടിലെത്തി കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നെ അറിയിക്കണം. സർ. എന്റെ മനസ്സ് പറയുന്നു നമ്മുടെ കയ്യെത്തും ദൂരത്ത് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന്. സത്യത്തിന്റെ ഒരു നൂൽപ്പഴുത് കിട്ടിയാൽ മതി
കണ്ടെത്തിയിരിക്കണം നമുക്ക് ആ കുഞ്ഞിനെ. സർ, ആ കുഞ്ഞിനെ കൂടാതെ ഞാൻ ഇനി എന്റെ മൈനയുടെ മുന്നിൽ ഒരേട്ടനായി ചെന്ന് നിൽക്കില്ലടോ. എനിക്കതിനാവില്ല. കണ്ടെത്തും ഞാൻ ആ കുഞ്ഞിനെ. അണ്ണാ, അണ്ണാ, ഇത് ഞാനാ അർജുനൻ. ഇപ്പൊ പണി വാങ്ങിച്ച് കൂട്ടിയാനാടാ പന്നി. നിനക്കൊന്ന് മിന്നി പറഞ്ഞു വന്നൂടെ? അത് പിന്നെ മൊബൈൽ കാലത്ത് മുതൽ സ്വിച്ച് ഓഫാ. പിന്നെ അണ്ണൻ ഉറങ്ങാണല്ലോ ഓർത്ത് ഞാൻ. ഹ, നല്ല ബുദ്ധി. ഇപ്പൊ താഴെ തല കിടന്ന് ഉരുണ്ടേനെ. എന്നാലും എന്തൊരു ഷാർപ്പാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടും കറക്റ്റ് കഴുത്തിലാ കത്തി. അണ്ണന്റെ കത്തി. നീ എന്താ ഈ നേരത്തെ ഇവിടെ വന്ന കാര്യം പറ. അതിനുശേഷം അണ്ണന്റെ കത്തി കാച്ചിക്കാം. അത് പിന്നെ അണ്ണാ, എന്താണ് ഒരു ഉടായ്പ മണം? എനിക്കിട്ട് പണിയാൻ വന്നാണോ നീ? പൊന്നു മോനെ, നിന്റെ കഴുത്തിലെ ഞരമ്പും കൊണ്ടേ അണ്ണൻ സീനൊഴിയൂ. ഛെ, ഈ അണ്ണന്റെ ഒരു കാര്യം. ഇങ്ങനെ വിശ്വാസമില്ലാതെ ആവരുത് മനുഷ്യര്. എനിക്ക് അണ്ണന് വിശ്വാസമാണല്ലോ. ഏത് പാതിരാത്രിക്കും അണ്ണന്റെ അടുത്ത് വന്നിരുന്നാല് അണ്ണൻ എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസം. അണ്ണ, ആ വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാ ഞാൻ എന്റെ കൂട്ടുകാരൻ അങ്ങോട്ട് കൊണ്ടുവന്നു. കൂട്ടുകാരനോ? അണ്ണനൊന്ന് കാണാമെന്നതാ. നാട്ടുകാരെ വിളിച്ച് കാണിക്കാൻ ഞാനെന്താടാ കാഴ്ചവങ്കാവിലെ കൂട്ടിക്കിടക്കുന്ന കരടിയോ? അല്ല, ഈ നാട്ടിൽ വന്നിറങ്ങി പുലി. നീ വാങ്ങിക്കും. അണ്ണൻ അവനെ അറിയും. ഒന്ന് ചെയ്തേക്കല്ലേ. ഏതാടാ കുരിശ്? മനു, അണ്ണ പ്ലീസ്, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. വിടണ്ണ. എന്റെ കത്തിക്ക് പണി ഉണ്ടാക്കാണ്ട് എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നോ? ഇന്ന് തീരും എന്റെ ഐസ്. അർജുന, നീ ഈ ചെക്കനെ വിളിച്ചോണ്ട് പോ. ഇവന്റെ ചാവ് എന്റെ കൈ കൊണ്ടാ. അത് ഇപ്പൊ തന്നെ ജയിക്കാതെ വിളിച്ചോണ്ട് പോ. അണ്ണാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. എന്നിട്ട് അണ്ണൻ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാനല്ലേ പറയുന്നത്. പ്ലീസ്. എന്തോന്നാ ഇവൻ ഇത്ര എന്നോട് പറയാനുള്ളത്? ഇവനെ കൊല്ലരുതോ? അവനൊന്ന് പറയട്ടെ. നിങ്ങളൊന്ന് അടങ്ങ്. എടാ, നീ പറ അണ്ണനോട്. അണ്ണാ, എന്നെ കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ? ഇവനെ വളിച്ച മോന്റെ കോപ്പിലെ വർത്തമാനം കേട്ട തന്നെ ഒരു കുറ്റം ചെയ്തില്ലെങ്കിലും വന്നിനെ കൊല്ലാൻ തോന്നുന്നു എനിക്ക്. അണ്ണ വിടണ്ണ. അണ്ണൻ ഇപ്പൊ എന്താ വേണ്ടത്? പണമല്ലേ? സീതാലക്ഷ്മി തരുന്നതിനേക്കാൾ കാശ് ഇവൻ തരാന്ന്. തരും. ഈ പന്നിയോ? എന്റെ അണ്ണ, ഇവനൊന്നും ചെയ്യാതിരുന്നാ മതി. കാശ് ഞാൻ വാങ്ങിത്തരാം. ഞാനല്ലേ പറയുന്നേ. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? ആ പെണ്ണിനെ അങ്ങ് മറന്നു കളഞ്ഞാ പോരെ? വലിയ കൊമ്പത്ത് തന്നെ കയറി ഊഞ്ഞാൽ കിട്ടണോ? അതിമോഹം കൊണ്ടൊന്നും അല്ലണ്ണ. അങ്ങനെ അതിമോഹം കാണിക്കാനോ വലിയ വലിയ സ്വപ്നം കാണാനോ ശ്രമിച്ചിട്ടില്ല ഞാൻ. അതിന് പറ്റിയ ജീവിതമോ കുടുംബമോ ഒന്നും അല്ലണ്ണ. ഗീതുവിന് എന്നെ ഇഷ്ടമാണെന്ന് പലവട്ടം പറഞ്ഞപ്പോഴും ഒഴിഞ്ഞു മാറിയതാ ഞാൻ. ഒടുവില് ഞാൻ അറിയാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയതാ. ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും അല്ലണ്ണ. ഒരു ദിവസം, ഒരേ ഒരു ദിവസമെങ്കിലും ഗീതു എന്റെ ഭാര്യയായി എന്റെ വീട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹം കൊണ്ടാ. അല്ലാതെ ഇത് എന്തോന്ന് കൊട്ടേഷനാണ് അർജുന? ഈ പന്നിയുടെ മോന്ത കണ്ടിട്ട് പറയുന്നതെല്ലാം നുണയാണെന്ന് തോന്നുക. ഒക്കെ സത്യമാണ്. സത്യമാണ്. ഓ, നീ പിന്നെ പ്രേമത്തിന്റെ ഹോൾസെയിൽ എടുത്ത് തലപ്പുറത്ത് വെച്ചിരിക്കല്ലേ? എന്നാൽ ഇവനെയും കൊണ്ട് എന്റെ മുമ്പിൽ വരാൻ നീ കാണിച്ച ചങ്കൂറ്റം സമ്മതിക്കണം.
അതെന്റെ ഒരു വിശ്വാസം അണ്ണാ. ആ അതുകൊണ്ടാ ഇവൻ എപ്പോഴും ജീവനോടെ നിൽക്കുന്നേ. എന്നാ അർജുന, ദേ ഇവൻ പറഞ്ഞ കഥയൊക്കെ കൊള്ളാം, തരക്കേടില്ല. പക്ഷേ ഒരിടത്തുനിന്നൊരു പണിക്കുള്ള അഡ്വാൻസും വാങ്ങി രസീത് ഒപ്പിട്ടാ പിന്നെ ജനിപ്പിച്ച തന്ത വന്ന് പറഞ്ഞാലും മാറ്റുന്നവനല്ല ഈ രഘു. ഇവനിപ്പോ പോയിക്കോട്ടെ, പക്ഷേ ഇവനെ ഞാൻ പച്ചകുത്തി വിട്ടതാ. ഇവനെ ഞാൻ കൊല്ലും. ജീവിക്കാനുള്ള കൊതി ഉണ്ടാണ്. അർജുന, വിളിച്ചോണ്ട് പോയവനെ. അണ്ണാ, വിളിച്ചോണ്ട് പോവാൻ. നിങ്ങളൊരു മനുഷ്യനല്ല. താൻ കൊല്ലോ ഇവനെ സീതാലക്ഷ്മിക്ക് വേണ്ടിയിട്ട്. എന്നാ കേട്ടോ, നിങ്ങൾ ഇവനൊരു ചുക്കും ചെയ്യില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സംഭവിക്കില്ല. അർജുന, വെറുതെ വാശി വേണ്ട. ഇതെന്റെ വാശിയാ, താൻ കണ്ടോ? വാടാ. ഈ പിള്ളേര്. സാരമില്ല ഗീതു, നിന്നെ സ്നേഹിച്ചെന്റെ പേരില് മരിക്കാനാണ് എന്റെ വിധിയെങ്കിൽ വേറെ ഒരു വഴിയും എന്റെ മുന്നിലില്ല. കളി കാര്യാവുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ഇതു ഞാൻ വിളിക്കാം. കണ്ടില്ലേ മാഡം, തേടിയ തെണ്ടി കാലിൽ ചുറ്റി എന്ന് പറയുന്ന സത്യമാ. രഘു, മരണക്കയർ കാത്തു കിടക്കുന്നവന് അവസാനത്തെ ആഗ്രഹം നടത്തി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനൊരു അവസരം ഞാൻ ഇവന് കൊടുക്കുകയെ. ഇവൻ പറയട്ടെ, ഇവന്റെ ആയുസിന്റെ ഒടുക്കത്തെ വാക്ക് എന്റെ മോളെ മറക്കാമെന്ന്. മാഡം പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. സ്നേഹിക്കുന്ന പെണ്ണ് തള്ളേ മാഡം എന്നാ. നീ ചാവുന്നല്ലണ നല്ലത്. പറയേ, സത്യം ചെയ്തതാ എനിക്ക്. എന്റെ മോളെ നീ സ്വപ്നത്തിൽ പോലും കാണില്ലെന്ന്. പ്രായമായ അച്ഛനും അമ്മയല്ലേ നിനക്ക്? എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. തന്തയുടെ തലയുടെ മുഖം ഓർക്കടാ വധൂരി. എന്നിട്ടുള്ള ജീവനം കൊണ്ട് കുടുംബത്തിൽ പോകാൻ നോക്ക്. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാതെ പറഞ്ഞു കൊടുക്കണ. പറയാം പ്ലീസ് പ്ലീസ് രഘു, പ്ലീസ് പ്ലീസ്. ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് ഗീതുവിനെയാ. അവളെ എനിക്ക് വേണം. എന്നെ കൊന്നാലും ശരി. രഘു, എനിക്ക് ജീവിക്കണം. എന്നെ കൊന്നാലും ശരി. എനിക്ക് ജീവിക്കണം. എന്നെ ഒന്നും ചെയ്യരുത്. ടെൻഷൻ ആവണ്ട മാഡം. ആയുസ് എത്തുമ്പോ അവൻ എന്റെ കയ്യിലേക്ക് ഇങ്ങ് വരും. അതങ്ങനെയാ. അത് രഘുവിന്റെ ഒരു രാശിയാ. നീ വണ്ടി കയറ. മോളെ, പാലില്ല, ഇത്തിരി കട്ടനാ. കുറച്ച് ചൂടകത്തോട്ട് ചെല്ലട്ടെ. ഇതാ ഇത് കുടിക്ക് മോളെ. ഇത്തിരി വിഷം കിട്ടുമോ? അതാ എനിക്കിപ്പോ ആവശ്യം. കിട്ടുമെങ്കിൽ കൊണ്ടുവാ. ഇതെന്താ മോളെ ഇങ്ങനെ? പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനി അങ്ങോട്ട് വലിയ ഭരണമൊന്നും വേണ്ട. അനങ്ങരുത് തിരിയരുതെന്ന് പറഞ്ഞ് പരിചരിക്കാൻ ഞാനിപ്പോ ഗർഭിണിയൊന്നും അല്ല. നേരാ നേരത്ത് ഉണ്ണാനും കുടിക്കാനും ഒന്നും
ഇനി എന്നെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകാനും വരണ്ട. വിശക്കുമ്പോ ഞാൻ കഴിച്ചോളാം. ഒരുപാട് പരിചരിച്ചിട്ട് ശുശ്രൂഷിച്ചിട്ട് ഇപ്പൊ എന്തായി? എന്റെ കുഞ്ഞിന്റെ മുഖമെങ്കിലും ഒന്ന് കാണിച്ചു തന്നെ. ഇങ്ങനെ എന്റെ മുന്നിൽ നിന്ന് കണ്ണീരൊഴുക്കാനൊന്നും നിൽക്കണ്ട. ഒരുപാട് കണ്ണീരൊഴുക്കിയതാ ഞാൻ. എന്നിട്ടിപ്പൊ എന്താ ഉണ്ടായേ? നഷ്ടം മാത്രം. അല്ലെങ്കിലും അതെ, കണ്ണീരൊഴുക്കി വഴിമാറി നിന്നവർക്കെല്ലാം ഇന്ന് നഷ്ടങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്താ അല്ലാന്നുണ്ടോ? ഒരുപാട് ജീവിത പരിചയമുള്ള ആളല്ലേ. ആർക്കും വേണ്ടാത്തവരെ ഏറ്റെടുക്കുന്ന മാലാഖ. കടന്നു പോ എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയാതെ. കടന്നു പോവാൻ നിക്ക്. ഇതും കൂടി എടുത്തോണ്ട് പൊക്കോണം. എനിക്ക് ചായ തരാനും ഊണ് തരാനും ഇനി നിങ്ങൾ കഷ്ടപ്പെടണമെന്നില്ല. അതിനൊക്കെ ആരാണോ അധികാരപ്പെടുത്തിയത് അങ്ങോട്ട് പൊയ്ക്കോണം. ഇനി നിങ്ങളുടെ സേവനം എനിക്ക് ആവശ്യമില്ല. എത്രയാ കിട്ടാനുള്ളതെന്ന് വെച്ചാ കണക്ക് പറഞ്ഞു വാങ്ങിക്കൊണ്ട് പൊക്കോണം. കേട്ടല്ലോ, ശമ്പളക്കാരി. എടുത്തോണ്ട് പോയത്.